പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഏറ്റവും സ്നേഹത്തോടും നന്ദിയോടും കൂടെ അങ്ങയുടെ മക്കളായി ഞങ്ങൾ ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 13-ാം ദിവസത്തില് അങ്ങേ തിരുസന്നിധിയില് ഒരുമിച്ച് കൂടിയിരിക്കുന്നല്ലോ. കർത്താവെ, അങ്ങാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്. ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബങ്ങളില് അതിശക്തമായി ഇടപെടുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇതുപോലെ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയതെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ. അങ്ങയോട് കൂടി ആയിരിക്കുവാൻ, അങ്ങയുടെ കണ്ട് ആനന്ദിക്കുവാൻ, ആരാധിക്കുവാൻ, ഞങ്ങളെ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകള്, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം അങ്ങേക്ക് പരമേൽപ്പിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനെയോർത്ത് നന്ദി പറഞ്ഞ് ഒരുമയോടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകിച്ച് ഒത്തിരി വേദനയോടെ, കണ്ണുനീരോടെ, നൊമ്പരത്തോടെ മക്കൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി, സാമ്പത്തിക മേഖല, ജോലി മേഖല, പഠന മേഖല, മക്കളായിരിക്കുന്ന ചില അടിമത്തങ്ങള്, ദുശീലങ്ങള്, തെറ്റായ സ്നേഹബന്ധങ്ങള്, ഒത്തിരി ഞെരുക്കങ്ങള്, നേരിടുന്ന പ്രശ്നങ്ങള്, തടസ്സങ്ങള് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തില് അവിടുന്ന് അതിശക്തമായിട്ട് ഇടപെടണമേ. ദാനിയേലിന്റെ ഉപവാസ പ്രാർത്ഥനയില് അങ്ങ് അതിശക്തമായിട്ട് ഇടപെട്ടതുപോലെ ഞങ്ങളുടെ കാര്യത്തിലും, ഞങ്ങളുടെ പ്രാർത്ഥനയിലും, ഞങ്ങളുടെ നിയോഗത്തിലും അതിശക്തമായിട്ട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വലിയ കരബലം, അങ്ങയുടെ വലിയ ശക്തി ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അവിടുന്ന് പ്രകടമാക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ തിരുസന്നിധിയില് ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയായിരിക്കുമ്പോ മറ്റൊരു മുഖത്തേക്ക് നമ്മള് പ്രത്യേകമായിട്ട് ഇനി അങ്ങ് പ്രവേശിച്ച് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, ദാനിയേല് 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അതിശക്തമായിട്ട് ഇടപെട്ടുകൊണ്ട് ഗബ്രിയേൽ ദൂതനെ ദാനിയേലിന്റെ അരികിലേക്ക് അയക്കുന്നുണ്ട്. ദൂതന്റെ രൂപഭാവത്തെ കുറിച്ചൊക്കെ 10-ാമത്തെ അധ്യായത്തില് നമുക്ക് കാണുന്നുണ്ട്. അത്ര ശക്തി പ്രാഭവത്തോടെ, മഹത്വത്തോടെ കടന്നു വന്ന ദൂതനെ കണ്ടപ്പോൾ നമ്മൾ വായിക്കുകയാണ് 9-ാമത്തെ വചനത്തില്, അപ്പോൾ ഞാൻ അവന്റെ സ്വരം കേട്ടു, അവന്റെ സ്വരം ശ്രവിച്ച ഞാൻ പ്രജ്ഞയറ്റ് നിലംപതിച്ചു. ദാനിയേല് നിലംപതിക്കും ദൂതനെ കണ്ടിട്ടുണ്ട്, ദൂതനെ സ്വരം കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോ ദൂതൻ കരം കൊണ്ട് സ്പർശിച്ച് ദാനിയേലിനെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ അവിടെ വായിക്കുകയാണ് 10-ാമത്തെ വചനം, വിറയിലോടെ ആണെങ്കിലും മുട്ടും കൈയും ഊന്നി ഞാൻ നിന്നു. അവൻ എന്നോട് പറഞ്ഞു, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ, എഴുന്നേൽക്കുക. നമ്മള് ഈ വചനഭാഗത്തിൽ കാണുന്ന വലിയൊരു കാര്യമുണ്ട്. ഇങ്ങനെ ഉപവസിച്ച് ത്യാഗം ചെയ്ത് ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച ഈ ദാനിയേലിന് സ്വർഗം വിളിക്കുന്ന പേരുണ്ട്. ഇവിടെ 10-ാമത്തെ വചനം പറയാണ്, ഏറ്റവും പ്രിയങ്കരനായ ദാനിയേലേ. വീണ്ടും നമ്മള് 19-ാമത്തെ വചനം വായിക്കുന്നത്, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ. എന്റെ മക്കളെ, ദൈവജനത്തിനു വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയായിരിക്കുമ്പോ ദൈവം നമ്മൾ വിളിക്കുന്ന പേരാണ് ഏറ്റവും പ്രിയങ്കരനായ, ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ. പേര് വിളിക്കും, ദാനിയേലേ. അതേ മക്കളെ, നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ്,
പ്രിയങ്കരായ മക്കളാണ്. അങ്ങനെ ദാനിയേലിനെ പ്രത്യക്ഷപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സ്വർഗീയമായ ആത്മീയമായ വെളിപ്പെടുത്തൽ ഇവിടെ നമുക്ക് ലഭിക്കണം. നമ്മളോട് വായിക്കുകയാണ് 12-ാമത്തെ വചനം. ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന് മുമ്പിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. നമ്മള് ഈ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ച അന്ന് മുതൽ നമ്മൾ സമർപ്പിച്ച പ്രാർത്ഥനകളൊക്കെ ദൈവസന്നിധിയിലെത്തി. ദൈവം കേട്ടിരിക്കുന്നു. പറയാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രാർത്ഥന നിമിത്തമാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. പറയാണ്, പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ 21 ദിവസം എന്നോട് എതിർത്ത് നിന്നു. കാരണം ദൈവത്തിന്റെ ഉത്തരം നൽകപ്പെട്ടു, ദൂതനെ അയച്ചു. പക്ഷെ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ എതിർത്ത് നിന്നു. വീണ്ടോടെ പറയാണ്, എങ്കിലും പ്രധാന ദൂതന്മാരിൽ ഒരാളായ മിഖായേൽ എന്റെ സഹായത്തിനെത്തി. അതുകൊണ്ട് അവന് പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതനോട് എതിരിടാൻ വിട്ട് വരാനിരിക്കുന്ന നാളുകളിൽ നിന്റെ ജനത്തിന് എന്തു സംഭവിക്കുമെന്ന് നിന്നെ ഗ്രഹിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നു. കണ്ടോ, പേർഷ്യ രാജ്യത്തിന്റെ ദൂതൻ എതിർത്ത് നിന്നു. സഹായത്തിന് മുഖ്യ ദൂതനായി മിഖായേൽ കടന്നു വന്നു. മിഖായേൽ യുദ്ധം ഏറ്റെടുത്തപ്പോ ഗബ്രിയേൽ മാലാഖ ദാനിയേലിന്റെ അരികിലേക്ക് വന്ന് ഉത്തരം പറയുകയാണ്. വീണ്ടും അവസാനം വായിക്കുന്നുണ്ട് 21-ാമത്തെ വചനം. അവിടെ പറയാണ് 20-ാമത്തെ വചനം. അവൻ പറഞ്ഞു, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയാമോ? ഞാനിപ്പോൾ പേർഷ്യയുടെ കാവൽ ദൂതനെതിരെ യുദ്ധം ചെയ്യാൻ മടങ്ങിപ്പോയി. ഞാൻ അവനെ തോൽപ്പിച്ചു കഴിയുമ്പോൾ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. കണ്ടോ, പേർഷ്യ രാജ്യത്തിന്റെ ദൂതനെ തോൽപ്പിച്ചു കഴിയുമ്പോ യവന രാജ്യത്തിന്റെ കാവൽ ദൂതൻ വരും. അതിന്റെ അവസാനം ദൂതൻ പറയാണ്, നിന്റെ കാവൽ ദൂതനായ മിഖായേൽ ഒഴികെ എന്റെ പക്ഷത്തിൽ നിന്ന് ഇവർക്കെതിരെ പൊരുതുവാൻ ആരുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കാണുന്ന ഒരു വലിയ ആത്മീയ രഹസ്യങ്ങള്. പേർഷ്യ ദേശത്തിന്റെ രാജ്യത്തിന് ഒരു കാവൽ ദൂതൻ, യവന രാജ്യത്തിന് ഒരു കാവൽ ദൂതൻ. എന്റെ മക്കളെ, ഒരു ദേശത്തിന്, ഒരു രാജ്യത്തിന്, ഒരു സ്ഥലത്തിന്, ഒരു വീടിന് കാവൽ ദൂതൻ. ആ ദൂതന്മാര് ഈ പ്രാർത്ഥനയെ തടസ്സപ്പെടുത്തും. അതിനെതിരെ മിഖായേൽ, ഗബ്രിയേൽ, നമ്മുടെ കാവൽ ദൂതന്മാര് അത് ശക്തമായിട്ട് ദൈവത്തിന്റെ നാമത്തില് അവരെ തോൽപ്പിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പോരാടുന്നു. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളില് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ പോകാനുള്ള വലിയൊരു മേഖലയാണ് ചില കാവൽ ദൂതന്മാര്. ദേശത്തിന്റെ, സമൂഹത്തിന്റെ, കൂട്ടുകെട്ടിന്റെ, ചില വീടിന്റെ ചില മേഖലകളിലുള്ള അതിനെക്കുറിച്ചൊക്കെ ഓരോ ദിവസവും നമ്മൾ ധ്യാനിച്ച് ദിവ്യകാനുസാരത്തിൽ സമർപ്പിച്ച് മിഖായേൽ മാലാഖയോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാവൽ ദൂതന്മാരോട് പ്രാർത്ഥിച്ച് സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടല് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ മാലാഖമാര് അതിശക്തമായിട്ട് ഇടപെടാൻ വേണ്ടി ഓരോ മേഖലകൾക്കും വേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ യുവമക്കൾ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബങ്ങൾ നശിപ്പിക്കുന്ന, ദൈവം ഇടപെടാൻ ആഗ്രഹിച്ചിട്ടും ഇടപെടാൻ പറ്റാത്ത വിധത്തില് തടസ്സപ്പെടുത്തി. കണ്ട 21 ദിവസം ഈ ഗബ്രിയേൽ ദൂതനെ ഈ പേർഷ്യ രാജ്യത്തിന്റെ കാവൽ ദൂതൻ തടസ്സപ്പെടുത്തി. എന്നിട്ട് വീണ്ടും യുദ്ധം ചെയ്യാൻ പോവാ. മിഖായേൽ മാലാഖ ഏറ്റെടുത്തോണ്ട് വന്നു, നമ്മൾ കണ്ടു. വീണ്ടും യുദ്ധം തോൽപ്പിച്ചു കഴിയുമ്പോ അടുത്ത രാജ്യത്തിന്റെ ദൂതൻ. ഇവിടെ മക്കളെ, നമ്മൾ യുദ്ധക്കളത്തിലാണ്. യുദ്ധത്തില് അതിശക്തമായിട്ട് പോരാടണം. ഈശോയെ കൂടെ നിർത്തി, സ്വർഗത്തെ കൂടെ നിർത്തി, സ്വർഗീയരെ കൂടെ നിർത്തി, പരിശുദ്ധ അമ്മയെ കൂടെ നിർത്തി, യോസേപ്പ് പിതാവിനെ കൂടെ നിർത്തി ഈ പോരാട്ടത്തില് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സപ്പെടുത്തുന്ന ആരോപികളെ ഒന്നൊന്നായിട്ട് നമുക്ക് പരാജയപ്പെടുത്തണം. അതിനുവേണ്ടി ഇനിയുള്ള ഈ 21 ദിവസത്തിന്റെ ബാക്കി ദിവസങ്ങൾ നമ്മൾ അതിശക്തമായിട്ട് ദിവ്യകാനുസാരത്തിൽ പ്രാർത്ഥിക്കാൻ പോകും. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക,
കുമ്പസാരിക്കാനുള്ളവരൊക്കെ കുമ്പസാരിക്കുക. ഒരു വലിയൊരു വിടുതലിന് വേണ്ടി, വിമോചനത്തിന് വേണ്ടി നമ്മുടെ മക്കളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദൂതന്മാരെ യേശുവിന്റെ നാമത്തില്, സ്വർഗത്തിന്റെ സഹായത്തില്, സ്വർഗത്തിന്റെ ശക്തിയില് നമ്മൾ ഒരുമിച്ച് ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് തടസ്സങ്ങളെ മാറ്റിക്കൊണ്ട് ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തിലേക്ക്, മറ്റൊരു മുഖത്തിലേക്ക്, യുദ്ധമുഖത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹത്തോടെ അച്ഛൻ ഇനിയുള്ള ദിവസങ്ങളെ പ്രാർത്ഥനകളിൽ ക്ഷണിക്കുകയാണ്. വിടുതൽ പ്രാർത്ഥനകളും വിമോചന പ്രാർത്ഥനകളും കർത്താവിന്റെ നാമത്തില് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് ദൂതന്മാരെ വിളിച്ച്, കാവൽ മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ പ്രാർത്ഥനാ മേഖലകളെ തടസ്സപ്പെടുത്തുന്ന എല്ലാ കാവൽ ദൂതന്മാരെയും, എല്ലാ ദുരാത്മ ദുർഭൂതങ്ങളെയും നമ്മൾ ബന്ധിച്ച് ബഹിഷ്കരിച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന അതിശക്തമായ ദൈവിക ഇടപെടലിന്റെ സമയത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾ എല്ലാവരെയും ഇനിയുള്ള ദിവസങ്ങളിലെ ഈ പ്രാർത്ഥനയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. സാധിക്കുന്ന എല്ലാ മക്കളും ഇനിയുള്ള ശുശ്രൂഷകൾ അനേക മക്കൾക്ക് പകർന്നു കൊടുക്കുക. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കുക, നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്തുന്നത് ചില അരൂപികളാണ്, ചില ദൂതന്മാരാണ്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാൻ 6:63, ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ചില ആത്മാക്കളുടെ സാന്നിധ്യം, ചില ദൂതന്മാരുടെ സാന്നിധ്യം, ചില പൈശാചിക ശക്തിയുടെ സാന്നിധ്യം അതിശക്തമാണ്. കടന്നു വരുന്ന വഴികളെ നമുക്ക് മനസ്സിലാക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട വിളിച്ച് അധികാരപ്പെടുത്തി കൊടുത്ത ചില ദൂതന്മാരുണ്ട്. വിളിച്ചു വരുത്തി ചില സ്ഥലത്തിന്റെ, ദേശത്തിന്റെ, കൂട്ടുകെട്ടിന്റെ ഒക്കെ അധികാരമേൽപ്പിച്ചു. ആദ്യം നമ്മൾ ബന്ധിക്കണം, ബഹിഷ്കരിക്കണം. കർത്താവിന്റെ പരമാധികാരം സംസ്ഥാപിതമാക്കിക്കൊണ്ട് വലിയൊരു വിടുതലിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നമ്മെ കർത്താവ് നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ദിവ്യാനുസാരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവായ ഈശോയെ, ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലൂടെ ശക്തമായ ദൈവിക ഇടപെടല്, സ്വർഗത്തിന്റെ ഇടപെടല്, അങ്ങയുടെ ദൂതന്മാരുടെ ഇടപെടല് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുന്ന അങ്ങയുടെ വലിയ സ്നേഹത്തെ ഓർത്ത്, അങ്ങയുടെ കരുണയെ ഓർത്ത് കർത്താവ് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ നോക്കണമേ. കർത്താവെ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ, ശ്രമിക്കണമേ. വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോ ഈ ഉപവാസ പ്രാർത്ഥനയില് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾ അങ്ങേക്ക് പ്രിയപ്പെട്ട മക്കളാണ്, പ്രിയപ്പെട്ട മക്കളാണ്, പ്രിയങ്കരനാണ്, പ്രിയങ്കരിയാണ്. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഗബ്രിയേൽ മാലാഖ പറഞ്ഞില്ലേ, നിന്റെ കാവൽ ദൂതനായ മിഖായേൽ മാലാഖ അല്ലാതെ വേറെ ആരും എന്റെ സഹായത്തിന് വന്നില്ല. വിശുദ്ധ മിഖായേൽ മാലാഖ മുഖ്യദൂതനാണ്. നമുക്കറിയാം, സഭയുടെ സംരക്ഷകൻ, കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നവൻ. വലിയ സാന്നിധ്യം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതിന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ, ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. കർത്താവേ, അങ്ങയുടെ ദൂതന്മാരെ അയക്കണമേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. അങ്ങയുടെ വലിയ കരുണ കുരിശുമരണത്തിലൂടെ പൂർത്തീകരിച്ച
ആ വലിയ കരുണ, ആ മഹത്വത്തിന്റെ സമ്പന്നത അങ്ങയുടെ മക്കൾ അനുഭവിക്കാനിടയാകട്ടെ. തടസ്സമായി നിൽക്കുന്ന രാജ്യത്തിന്റെ ദൂതന്മാരെ, ദേശത്തിന്റെ ദൂതന്മാരെ, കുടുംബത്തിന് മേല്, സ്ഥലത്തിന്റെ മേല്, വ്യക്തിജീവിതത്തിന് മേൽ കടന്നു വന്ന് തടസ്സപ്പെടുത്തുന്ന അരൂപികളെ, ദൂതന്മാരെ നിർവീര്യമാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ മക്കളെ വിടുവിക്കണം, അങ്ങയുടെ മക്കളെ മോചിപ്പിക്കണം, അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. ഇനിയുള്ള ദിവസങ്ങളെ സമർപ്പിച്ച ഒരു നിമിഷം പ്രാർത്ഥിച്ച മക്കളെ വലിയ വിമോചനത്തിലേക്കും വലിയ വിടുതലിലേക്കും കർത്താവ് നമ്മെ നയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മെ ചേർത്ത് പിടിച്ചിരിക്കുന്നത്. ഒരു ദൂതനും ഒരു രാജ്യത്തിന്റെ, ദേശത്തിന്റെ അധിപന്മാർക്കും കുടുംബത്തിന്റെയോ വീടിന്റെയോ മണ്ണിന്റെയോ മേലുള്ള ഒരു അധികാരത്തിനും നമ്മെ നശിപ്പിക്കാനോ നമ്മുടെ മക്കളെ തടസ്സപ്പെടുത്താനോ പാടില്ല. അതിനുവേണ്ടി നമ്മൾ വിമോചന, ബഹിഷ്കരണ, വിടുതൽ പ്രാർത്ഥനകളിലേക്ക് ഇനിയുള്ള ദിവസം പ്രവേശിക്കുമ്പോൾ വലിയ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുവാൻ നമുക്കിടയാകട്ടെ. എല്ലാവരെയും പങ്കെടുപ്പിക്കുക. കർത്താവിന്റെ വലിയ കരുണ വിമോചനമായി, വിടുതലായി, സ്വാതന്ത്ര്യമായി, അതിലൂടെ സൗഖ്യവും മാനസാന്തരവും വിശുദ്ധീകരണവുമായി എല്ലാ മക്കളിലും കുടുംബങ്ങളിലും നിറയപ്പെടട്ടെ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ കൂടെ ആയിരിക്കാം. അപ്പോൾ ഈശ്വരാശീർവാദത്തിനായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നന്ദി പറഞ്ഞ് ആരാധിച്ചുകൊണ്ട് വലിയ ശക്തി ഞങ്ങളിൽ പ്രകടമാക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. മക്കളെ, നന്ദി പറഞ്ഞ് ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യസോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇനി അങ്ങോട്ട് അങ്ങയുടെ മക്കളിലുള്ള, കുടുംബത്തിലുള്ള, ജീവിതത്തിന്റെ മേലുള്ള എല്ലാ രൂപികളെയും, എല്ലാ ദൂതന്മാരെയും, എല്ലാ ശക്തികളെയും നിർവീര്യമാക്കിക്കൊണ്ട് അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ. അതിനായി ഈ മക്കളെ അവിടുന്ന് വിശുദ്ധീകരിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. വലിയ വിടുതലും സ്വാതന്ത്ര്യവും ശക്തീകരണവും ഈ ദിവസങ്ങളിൽ അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും അനുഭവിക്കാനിടയാകട്ടെ. ഇതിനായിട്ട് ഈ മക്കളെ ഓരോരുത്തരെയും, ഇവരുടെ നിയോഗങ്ങളും, ഇവരുടെ മക്കളും, ഇവരുടെ കുടുംബങ്ങളും എല്ലാ മേഖലകളിലും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ